സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. താഴൊരു പടയുണ്ട്, അവരിതൊക്കെ നോക്കും. ചിലർ ചോദിച്ചെന്നും വരാം. ചോദിച്ചാൽ പറയാൻ എൻ്റെ അടുത്ത് നല്ല മറുപടി ഉണ്ട് വനു ചേച്ചി. ഒരു ചിരിയോടെ അവർക്ക് മറുപടി കൊടുക്കുമ്പോൾ അവർ ചിരിയോടെ തന്നെ തലയാട്ടി. ഇവളാണ് ശരിക്കും മംഗലത്തെ മരുമകള്, ഞങ്ങൾക്ക് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടവള്. അവരുടെ ഉള്ളം മന്ത്രിച്ചു. സ്റ്റെപ്പ് അവസാനിക്കുന്ന ഒരു വലിയ ഹാളിലാണ്. എല്ലാവരും മുകളിലേക്ക് നോക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ നന്ദുവിനെ നോക്കി കണ്ണു കാണിച്ച ശേഷം വനജ വേഗത്തിൽ അടുക്കളയിലേക്ക് നടന്നു. വനജെ, എനിക്കൊരു കോഫി. അവർ അടുക്കളയിലേക്ക് കയറുമ്പോൾ തന്നെ പിന്നിൽ നിന്നൊരു വിളി. അവരതിന് തലകുലുക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. നന്ദു ആ ശബ്ദം കേട്ട ഭാഗത്തൊന്ന് നോക്കി. അവളുടെ അത്രയും പ്രായമില്ലാത്തൊരു പെൺകുട്ടി അവളേക്കാൾ ഇരട്ടി പ്രായമുള്ള സ്ത്രീയെ പേരെടുത്ത് വിളിക്കുന്നത് നന്ദുവിന്റെ ചുണ്ടിലൊരു പൂച്ചച്ചിരി വിട്ടിരുന്നു. വിളിക്കാൻ ആളെ വിട്ടാൽ മാത്രമേ ഇങ്ങോട്ട് എഴുന്നള്ളുന്നുണ്ടോ? ദേഷ്യവും ഗൗരവവും നിറഞ്ഞ ശബ്ദം കേട്ടതും നന്ദുവിന്റെ കണ്ണുകൾ അങ്ങോട്ടേക്ക് പോയി. ഹാളിൽ നിരത്തിയിട്ടിരിക്കുന്ന സെറ്റിയിൽ കുറച്ച് സ്ത്രീകൾ. നടുക്ക് കാലിന് മുകളിൽ കാല് വെച്ച് ഗൗരവത്തിൽ അവളെ തന്നെ നോക്കിയിരിക്കുന്ന സ്ത്രീ രാവണി മാധവർമ്മ. അവരെ നോക്കി നന്ദുവിന്റെ ഉള്ളം ഒഴിഞ്ഞു. പേര് പോലെ തന്നെ ഒരു രാവണിയാണവർ. മറ്റുള്ളവരെല്ലാം അർജുന്റെ ഭാര്യയെ നോക്കി കാണുകയായിരുന്നു. മംഗലത്തിലുള്ള എല്ലാവർക്കും പണം കൊടുത്താണ് അവൻ വിവാഹം നടന്നതെന്ന് അറിയാം. എല്ലാവരും പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് മുന്നിൽ തന്നെയാണ് നന്ദുവെന്ന് അവരുടെ മുഖത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ? ഇങ്ങോട്ട് ഇറങ്ങി വരാൻ ഒരാൾ അങ്ങോട്ട് വിട്ടിട്ട് വേണോ? കുറച്ച് ഉച്ചത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. വേണം. എൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടെങ്കിൽ അത് ഗണിച്ച് കണ്ടുപിടിക്കാൻ എനിക്ക് അറിയില്ല. അതുകൊണ്ട് എന്നെ ആവശ്യമുള്ളവർ എന്നെ വന്ന് വിളിക്കുക തന്നെ വേണം. ആ ഒരൊറ്റ മറുപടിയിൽ രാവണിയുടെ മുഖം ഇരുണ്ടു. അവളിൽ നിന്നും അങ്ങനെ ഒരു മറുപടി അവിടെ കൂടിയിരിക്കുന്ന ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോഴാണ് എടുത്തടിച്ച പോലുള്ള അവളുടെ മറുപടി. നീ ആരോടാ ഇപ്പൊ തർക്കത്തിന് പറഞ്ഞെന്ന് അറിയുമോടി നിനക്ക്? അതിലൊരു സ്ത്രീ അവൾക്ക് നേരെ വന്ന് അലറുമ്പോൾ അവൾ അവരെ മൊത്തത്തിലൊന്ന് നോക്കി. ആദ്യം മനസ്സിലേക്ക് വന്നത് ചന്ദനമഴ സീരിയലിലെ ഊർമിളയാണ്. പണ്ടെപ്പോഴും അമ്മയോടൊപ്പം കണ്ടിരുന്നത് അവളുടെ ഉള്ളിൽ തെളിഞ്ഞു. അതുപോലെ വില കൂടിയ സാരിയും ആഭരണങ്ങളും ഇട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ ആരാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. മുകളിലേക്ക് വന്ന് വായിട്ടൽ സ്ത്രീയുടെ മുഖച്ചായ അവൾക്ക് തോന്നി. എനിക്കറിയില്ല, എനിക്കതറിഞ്ഞിട്ട് വലിയ കാര്യമില്ല. അമ്മായിക്ക് അതറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടെങ്കിൽ അറിയാവുന്നവരോട് ചോദിക്ക്. അതാരാണെന്ന് നല്ല ബോധ്യമുണ്ടായിട്ട് നന്ദു അങ്ങനെ ഒരു മറുപടിയാണ് കൊടുത്തത്. രാവണി അവളെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരുവൻ മുന്നിൽ നിന്ന് ആരെയും കൂസാതെ മറുപടി പറഞ്ഞു പോകുന്നത് അവരുടെ ഉള്ളിൽ തെളിഞ്ഞു. അവനക്ക് മുന്നിൽ മിണ്ടാട്ടം മുട്ടി നിന്ന് ആ കുടുംബത്തിലെ ഓരോരുത്തരുടെയും മുഖം അവരുടെ ഉള്ളിൽ തെളിഞ്ഞു. അന്നവൻ പറഞ്ഞതിനും പ്രവർത്തിച്ചതിനും ഇരട്ടി ഇന്നവൻ അനുഭവിക്കുന്നുണ്ട്. അവൻക്ക് പകരമാണോ നീ? അവന്റെ ഭാര്യ. നന്ദുവിനെ നോക്കി ഒരു പുച്ഛച്ചിരിയോടെ ചിന്തിച്ചു അവർ. ഇത് ഞങ്ങളുടെ അമ്മയാണ്, സൂര്യമംഗലത്തെ മാധവർമ്മയുടെ ഭാര്യ രാവണി മാധവർമ്മ. ആ സ്ത്രീ അവരെ നോക്കി പറയുമ്പോൾ അവൾ അതിനെന്ന പോലെ രണ്ടുപേരെയും നോക്കി. പിന്നെ വേണോ വേണ്ടിയോ എന്ന പോലെ അവരെ നോക്കി കൈകൂപ്പി. അതുപോലെ തന്നെ താഴ്ത്തി. രാവണി നന്ദുവിന്റെ മുഖത്തെ പുച്ഛഭാവത്തിൽ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. അവളുടെ കണ്ണുകളിൽ പേടിയില്ല, ടെൻഷനില്ല, യാതൊരു കൂസലുമില്ലാത്ത ഭാവം, ആരെയും ബഹുമാനമില്ലാത്ത ഭാവം. അവളെ മൊത്തത്തിൽ അവരുടെ കണ്ണുകൾ ചുഴിഞ്ഞു നോക്കി. ഗോൾഡും റെഡ് കളറും കൂടിയ നിറത്തിലുള്ള സാരിയാണ് വേഷം. അത് നല്ല ഭംഗിയിൽ ഉടുത്തിട്ടുണ്ട്. മുഖത്തൊന്നും ഒന്നുമില്ല, ഒരു പൊട്ടുപോലും. കഴുത്തിൽ താലിയും പരിച്ചേർന്ന് കിടക്കുന്ന ചെറിയൊരു മാലയും അതിൻ്റെ അറ്റത്തൊരു ചെറിയ ലോക്കറ്റും ഉണ്ട്. അതിൽ ചെറിയൊരു സ്റ്റഡ്. മൂക്കിലൊരു ചെറിയ നക്ഷത്രക്കാലുണ്ട്, അത് തിളങ്ങുന്ന പോലെ. ഒരു കൈ ഒഴിഞ്ഞു കിടക്കുവാണ്. ഒരു കൈയിൽ കട്ടിയില്ലാത്തൊരു ചെറിയ വളയുണ്ട്. വല്ലാത്തൊരു സൗന്ദര്യമുള്ള പെണ്ണാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് രാവണിക്ക് തോന്നി. രാവണിക്ക് മാത്രമല്ല, അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെ തോന്നി. വിവാഹം കഴിഞ്ഞ് വന്ന അന്ന് തന്നെ സന്ധ്യയോടെ റൂമിൽ വാതിലടിച്ചിരിക്കുക. വന്ന് വിളിച്ചാലേ പുറത്തേക്ക് ഇറങ്ങി വരുവുള്ളൂ. സിന്ദൂരം തൊടാതിരിക്കുക. വീട്ടിലുള്ളവരെ ബഹുമാനിക്കാതെയുള്ള വർത്താനം പറയാ. ഇതൊക്കെ നല്ല കുടുംബത്തിൽ പറഞ്ഞ ഒരു കുട്ടി ചെയ്യുന്നതാണോ? അതെങ്ങനെ? കാശ് കൊടുത്ത് വാങ്ങിയപ്പോ എന്തല്ലേ? അത്രയും ആത്മാർത്ഥയെ കാണുള്ളൂ അല്ലേ? പെട്ടെന്ന് അവിടെയുള്ളവരുടെ ശ്രദ്ധയെല്ലാം ആ പറഞ്ഞ ആളിലേക്ക് പോയി. ഏതോ വലിയ യുദ്ധം ജയിച്ച യോദ്ധാവിനെ പോലെ കാലിന് മുകളിൽ കാല് വെച്ച് അഹങ്കാരത്തോടെ ഇരിക്കുന്നുണ്ട്. ആരോ എന്തോ. എന്നാലും അവരെ നോക്കി നന്ദു മനസ്സിലൊരായിരം തവണ നന്ദി പറഞ്ഞു കളി. അവളുടെ ഉള്ളിലുള്ളതെല്ലാം പറയാനൊരു അവസരം ഉണ്ടാക്കി കൊടുത്ത അവർക്ക് അവളുടെ ഉള്ളിൽ നല്ലൊരു മുഖമായിരുന്നു. വിവാഹം കഴിഞ്ഞ അന്ന് തന്നെ റൂമിൽ കയറി വാതിലടച്ചിരിക്കാതെ ഞാൻ പിന്നെ എന്ത് ചെയ്യും? എനിക്കിവിടെ ഒരു നിമിഷം വരെ ആരെയും അറിയില്ല. ഞാൻ വന്ന് കയറിയപ്പോൾ ഇവിടെ സേതു വന്ന അമ്മയും പിന്നെ ഒരു ചേച്ചിയും ഏട്ടനും മാത്രം ഉണ്ടായിരുന്നത്. അവരെല്ലാം തന്ന ഭക്ഷണവും കഴിച്ച് അവർ തന്നെ എന്നോട് പോയി കുറച്ചു നേരം കിടന്നോ എന്ന് പറഞ്ഞത്. അതിനുശേഷം ആരോ വന്ന് വായിൽ തോന്നിയതൊക്കെ പറഞ്ഞു. ആജുവേട്ടന് വയ്യാതായി. ഭാര്യയായി ഞാൻ അന്നേരം എൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണ് വേണ്ടത്. അല്ലാതെ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ ഇതുപോലെ വന്ന് നിന്ന് തരണമായിരുന്നോ?
എഴുത്തടിച്ച പോലെയുള്ള അവളുടെ ആ വാക്കുകൾ കേട്ടതും അവിടെ നിന്നവരെല്ലാം അവൾ അത്ഭുതത്തോടെ നോക്കി. അത് ചോദിച്ച സ്ത്രീ അവളെ തന്നെ നോക്കിയിരുന്നു. എല്ലാവരുടെയും മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വെറുതെ ഒന്ന് ചൊറിഞ്ഞു നോക്കിയതാണ്. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറുപടി അവൾ അണ്ണാക്കിൽ അടിച്ചു തന്നു. അതിനിടയിൽ അവരോട് ഉള്ളിലുള്ളതെല്ലാം പറയുമ്പോൾ അജിവേട്ടൻ അന്ന് അവൾ പറഞ്ഞത് മറ്റുള്ളവരുടെ മുന്നിൽ അവനൊരിക്കലും ചെറുതാവരുതെന്ന് കരുതിയിട്ടാണ്. അജിബെന്ന് അവളോട് പറഞ്ഞ ഭർത്താവിനെയാണോ പേരെടുത്ത് വിളിക്കുന്നതെന്ന് ചോദ്യം വരും. അവർ പറയുന്നൊന്നും കേൾക്കേണ്ട ആവശ്യമില്ലെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് വേണ്ട ബഹുമാനം അവൾ കൊടുത്തിരിക്കും. അവർക്ക് എത്ര കുട്ടികളുടെ മനസ്സാണെങ്കിലും അവരുടെ മുമ്പിൽ മാത്രമാണ് അവൻ അവൾക്ക് മകൻ. അല്ലാത്ത സമയമൊക്കെ അവൻ അവൾക്കൊരു നല്ല ഭർത്താവ് തന്നെയായിരിക്കുമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞിരുന്നു. പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞത്? സിന്ദൂരം. ഭർത്താവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് ഞാൻ. പക്ഷേ നിങ്ങൾ പറഞ്ഞ സിന്ദൂരവും കൈ പിടിച്ചല്ല ഞാൻ ഇങ്ങോട്ട് വലതുകാലം വെച്ച് കയറി വന്നത്. എനിക്ക് വേണ്ടതെല്ലാം ഈ വീട്ടിലുള്ളവർ മേടിച്ച് വെക്കണമായിരുന്നു. ഞാനിപ്പോൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം പോലും ഇവിടെയുള്ള ചേച്ചിയുടേതാണ്. അതുപോലും വാങ്ങി വെക്കാൻ മനസ്സ് കാണിക്കാത്ത സൂര്യമംഗലത്തുകാർക്ക് എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ അവകാശമില്ല, അധികാരമില്ല. അവളുടെ വാക്കുകൾ അവസാനിച്ചിരുന്നില്ല. മുന്നിൽ അവളെ തന്നെ നോക്കിയിരുന്നവർ കണ്ണും തള്ളിയിരുന്നു പോയി. ആ വീട്ടിലെ ഏറ്റവും അഹങ്കാരിയായ മരുമകളാണ് പത്മാവതി. അവർ പോലും രാവണിയുടെ മുന്നിൽ ഇങ്ങനെ ശബ്ദം ഉയർത്തുന്നതോ കാര്യങ്ങൾ പറഞ്ഞ് ചോദ്യം ചെയ്യുന്നതോ കണ്ടിട്ടില്ല. എന്തിന് ഇന്ന് ആ റൂമിൽ ക്ഷീണിച്ച് തളർന്നു കിടന്ന അവൻ്റെ ശബ്ദം മാത്രമേ അവർക്ക് മുകളിൽ ഉറന്നിട്ടുള്ളൂ. അതും വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പം ഇതാ വീണ്ടും അവൻ്റെ ഭാര്യയുടെ രൂപത്തിൽ. നിർത്തടി, പറഞ്ഞ് എങ്ങോട്ടാ കയറി പോകുന്നത്? അവൾക്കൊന്നും വാങ്ങി വെച്ചില്ല പോലും. നിനക്കിവിടെ ഞങ്ങളൊന്നും കരുതി വെക്കേണ്ട ആവശ്യമില്ല. കാരണം നിന്നെ ഞങ്ങൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയതാണ്, അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, അല്ലാതെ ഈ തറവാട്ടിലെ മരുമകളായി വാഴിക്കാനല്ല. പെട്ടെന്നാണ് പത്മാവതി അങ്ങോട്ട് വന്നതും അവൾക്ക് നേരെ ചാടിയതും. രാവണിയുടെ ചുണ്ടിലൊരു ചിരി വിടുന്നു. നന്ദുവിൻ്റെ വാക്കുകൾക്കെല്ലാം നല്ലത് തിരിച്ചു പറയണമെന്നുണ്ട്. എന്നാൽ മാധവർമ്മയുടെ ഏട്ടൻ്റെ ഭാര്യയും മക്കളും മരുമകളൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരു കലവിലെ സംസാരം വേണ്ടല്ലെന്ന് കരുതിയാണ് അവരടങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അവർക്ക് വേണ്ടി പത്മാവതി സംസാരിക്കും. പത്മാവതിയുടെ വാക്ക് കേട്ടത് നന്ദു ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു. അടുക്കള വാതിലിൽ നിന്നും സേതുവും ചാനും ഒക്കെ ഇത് കാണുന്നുണ്ട്. ക്യാഷ് വാങ്ങിയ അർജുൻ വർമ്മയുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ നിർത്തേണ്ടത് ഒരു ഭാര്യയായിരുന്നില്ല, ഒരു സർവന്റിനെ ആയിരുന്നു. അതിന് പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങൾ നോക്കണമായിരുന്നു. അല്ലാതൊരു താലി കെട്ടിയ ഒരു പെൺകുട്ടിയെ ഭാര്യയായി വിലക്ക് വാങ്ങുന്നതാണോ സൂര്യമംഗലത്തുകാരുടെ അന്തസ്? നന്ദുവിൻ്റെ ആ വാക്കിൽ എല്ലാവരും സൈലൻ്റായി. ഒരു സിന്ദൂർ ഇടാത്തതുകൊണ്ടല്ല അമ്മായി നിങ്ങൾ കുറച്ചു മുമ്പ് ഷോ നടത്തിയത്. നിങ്ങൾക്കൊക്കെ ഇത് അംഗീകരിക്കാൻ പറ്റുമോ? താലി ചാർത്തി കൊണ്ടുവരുന്നു, ഭർത്താവിനെ നോക്കാൻ പറയുന്നു, കുറച്ചു മുമ്പ് പറയുന്നു റൂമിൽ തന്നെ അടയിരിക്കുകയാണെന്ന്. അങ്ങനെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ നിൽക്ക്. ഞാൻ ജീവിക്കും ഇവിടെ എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയായി മാത്രം. അതല്ല എന്നുണ്ടെങ്കിൽ ജീവിക്കും ഈ വീട്ടിലെ മരുമകളായി. ഇവിടെ നടക്കുന്ന എല്ലാത്തിലും ഇടപെട്ടുകൊണ്ട് തന്നെ. വെറുതെ കിടക്കുന്ന പാമ്പിനെ കോലിട്ട് കുത്തികൾക്കെന്നാണ് അവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും തോന്നിയത്. അമ്മാതിരി വാടപ്പിക്കുന്ന വർത്താനല്ലേ അവൾ പറയുന്നത്. ആ റൂമിന് പുറത്തേക്ക് ഇറങ്ങാതിരുന്ന പെണ്ണിനെ പോയി വിളിച്ചു വരുത്തി അവളുടെ വായിൽക്ക് നിന്ന് മൊത്തം കേൾക്കേണ്ടി വന്നില്ലെന്നൊരു ഭാവമായിരുന്നു. പിന്നെ എല്ലാവരുടെയും അറിവിലേക്ക് ഞാൻ വേറൊരു കാര്യം പറയാം. ക്യാഷ് വാങ്ങിയാണ് എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തതെന്ന് ഇനി ആരെങ്കിലും ഇവിടെ പറഞ്ഞാ ഇവിടെയുള്ളവർ പറഞ്ഞുറപ്പിച്ച് കാശ് കൊടുത്ത് പോകുന്ന പെണ്ണ് ഞാനല്ല, എൻ്റെ അമ്മയുടെ രണ്ടാമത്തെ ഭർത്താവിലുള്ള മകളാണ്. ക്യാഷ് കിട്ടിയപ്പോൾ അവൾ അതുകൊണ്ട് മുങ്ങി. എന്നിട്ട് ആ കൊടുത്ത ക്യാഷ് തിരിച്ചെടുക്കണമെന്ന് അയാളുടെ ഉറപ്പിന്മേല ഈ വിവാഹം നടന്നത് തന്നെ. അപ്പോൾ പറഞ്ഞു വന്നത് ഈ വിവാഹം നടന്ന ആരുടെയും ക്യാഷ് ഞാൻ വാങ്ങിയിട്ടല്ല, എനിക്കത് വേണ്ടതാനും. ഇനി ആ വാക്കുകൾ ആരെങ്കിലും ഇവിടെ പറഞ്ഞാൽ ബാക്കി ഞാൻ അപ്പം പറയാം. എല്ലാവരെയും ഒന്ന് ഇരുത്തി നോക്കി അവൾ ആ അടുക്കളയിലേക്ക് നടന്നു. അപ്പോഴും എല്ലാവരും അവൾ തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുമായിരുന്നു. നന്ദു അടുക്കളയിലേക്ക് കാലെടുത്ത് വെച്ചതും ആദ്യം കണ്ടുപോയത് അവളെ തന്നെ കണ്ണും തുറിച്ച് നോക്കി നിൽക്കുന്ന ആ 3 ജോഡി കണ്ണുകളിലേക്കാണ്. സത്യം പറഞ്ഞാൽ അവളുടെ നോട്ടവും നൃത്തവും കണ്ടപ്പോൾ അവൾക്കൊന്ന് പൊട്ടിച്ചിരിക്കാൻ തോന്നി. അങ്ങനെയാണ് നിൽക്കുന്നത്. കണ്ണ് രണ്ടും പുറത്തേക്ക് തള്ളി വായും തുറന്നൊരു കിളി പോയ നൃത്തം. നന്ദു ചുണ്ട് രണ്ടും കൂട്ടിപ്പിടിച്ചൊന്ന് ചിരിച്ചു. സേതുവിന്റെ മുഖത്തിന് നേരെ കൈവീശിക്കൊണ്ട് അവൾ വിളിക്കുമ്പോൾ അവരൊന്ന് ഞെട്ടി. അവര് മാത്രമല്ല മറ്റു 2 പേരും. പക്ഷേ സേതെപ്പോഴും അവളുടെ ആ വിളിയിൽ ഞെട്ടി നിൽക്കുമായിരുന്നു. അജി വിളിക്കുന്ന പോലെ സേതുമ്മ. അവരുടെ ചുണ്ടിലൊരു ചിരി വിടർന്നു. എൻ്റെ എല്ലാവരും ഇങ്ങനെ എന്നെ നോക്കി നിൽക്കുന്നത് എന്തൊരു ഭീകരജീവിയെ കണ്ട പോലെ. അവരെ 3 പേരെയും നോക്കിക്കൊണ്ടൊരു ചിരിയോടെ അവൾ ചോദിച്ചു. ശേഷം അടുക്കളയിലെ സ്ലാബിലേക്ക് കയറിയിരുന്നു. 3 പേരും അവളെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. നിനക്ക് ഈ സാരി നന്നായി ചേരുന്നുണ്ട്, അവളെ തന്നെ നോക്കി നിൽക്കി ജാനു പറഞ്ഞു. അതിനവളൊന്ന് ചിരിച്ചു. മോൾക്ക് കുടിക്കാൻ ചായ എടുക്കട്ടെ വനജ ചോദിക്കുമ്പോൾ അവൾ വേണ്ടെന്ന് തലയാട്ടി. എനിക്കാ ശീലല്ല, ഞാൻ ചായ കോഫിയോ അങ്ങനെ ഒന്നും കുടിക്കില്ല. രാവിലെയും സേതുവാണെന്ന് ചോദിച്ചത്. ഒരു കുടം ചായ കൊടുന്ന് മുന്നിൽ വെച്ച മതിയാവാത്ത ആൾക്ക് ചായ കുടിക്കില്ലെന്ന് കേട്ട ഒരു അത്ഭുതമാണല്ലോ.
ഇല്ല, അത് പതിവില്ല. രാവിലെ വൈകിട്ട് ഒന്നും അങ്ങനെ ഒരു ശീലല്ലാതെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാട്ടോ. നന്ദ് പറയുമ്പോൾ 3 പേരും അവളെ നോക്കി ചിരിച്ചു. കുറച്ചു മുമ്പ് കണ്ട നന്ദതിയല്ല ഇപ്പൊ അവർക്ക് മുന്നിൽ നിൽക്കുന്ന നന്ദു എന്ന് അവർക്ക് തോന്നി. കളിയും ചിരിയുള്ള ഒരു നന്ദു. മോൾക്ക് കളിക്കാൻ പിന്നെ എന്താ വേണ്ടത്? വനജ ചോദിക്കുമ്പോൾ അവളൊന്ന് കണ്ണു ചിമ്മി കാണിച്ചു. ഒന്നും വേണ്ടെന്ന പോലെ. ഏട്ടത്തി ഇരിക്ക്, ആദ്യം നിന്ന കാല് വേദനിക്കില്ലേ? ഇരിക്കുന്നേ. അവൾക്ക് തൊട്ടടുത്തിരിക്കുന്ന കസേര നീക്കിക്കൊണ്ട് ജാനുവിനെ നോക്കി പറയുമ്പോൾ അവൾ അവിടെ ഇരുന്നു. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് വനജ അവരുടെ ജോലിയിലേക്ക് കിടന്നു. അവരോരോന്നിനും സഹായിച്ചുകൊണ്ട് സേതുവും. രാത്രിയിലേക്ക് കഴിക്കാനുണ്ടാക്കുവാണോ? അതെ, ഇവിടെ വല്ല പരിപാടി ഉണ്ടെങ്കിൽ എല്ലാ രാത്രിയിലേക്കൊന്ന് കടിച്ചു കഴിഞ്ഞേ പോകും. പിന്നെ പോയി അവിടെ ഒന്നും വെച്ചുണ്ടാക്കണ്ടല്ലോ. പണിയെടുക്കലൊക്കെ സഹിക്കാം. അതിനിടയിൽ അത് വേണം ഇത് വേണം പറഞ്ഞ് വിളിക്കുമ്പോഴാ ദേഷ്യം. പണിയൊന്നും നടക്കില്ല. നന്ദു ചോദിച്ചതിന് വനജയാണ് മറുപടി പറഞ്ഞത്. എന്തോ സേതുവിനെയും ജാനുവിനെയും പോലെ നന്ദുവിനെയും അവർ കണ്ടു കഴിഞ്ഞു. മനസ്സിലുള്ളതെല്ലാം അവളോട് തുറന്നു പറയണമെന്നൊരു തോന്നല്. അത് കേട്ട് നന്ദു ഒന്ന് ചിരിച്ചു. വനജേച്ചിക്ക് ഇവിടെ കുക്കിംഗ് മാത്രമല്ലേ ജോലി? അങ്ങനെ ചോദിച്ചാ പുറമണിക്കൊക്കെ ഇവിടെ ആളുണ്ട്. അടുക്കള കാര്യങ്ങളൊക്കെ ഞാനാ. ആ കുക്കിംഗ് തന്നെ. നന്ദു ചോദിച്ചതിന് വനജ മറുപടി പറഞ്ഞു. നന്ദു തലയാട്ടി. ഒരുപാട് പേരുള്ളത് കൊണ്ട് ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കണമായിരുന്നു. കുറച്ചു നേരം അവൾ ഉണ്ടാക്കുന്നതും ചെയ്യുന്നതൊക്കെ നന്ദു നോക്കിയിരുന്നു. ജാനുവും അവൾക്ക് കഴിയുന്ന ജോലി ചെയ്ത് സഹായിക്കുന്നുണ്ട്. ഇരുന്ന് തന്നെ എന്തെങ്കിലും അരിയാനോ തൊലിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്ദു ഒരു ചിരിയോടെ അവിടെ നിന്ന് ഇറങ്ങി സേതുവിൻ്റെ അടുത്തേക്ക് നടന്നു. സേതു ഓരോന്ന് വളരെ പതിയാണ് ചെയ്യുന്നത്. സംസാരവും അങ്ങനെ തന്നെയാണ്. ആർക്കെങ്കിലും വേദനിക്കുക എന്നുള്ള രീതിയിൽ പതിഞ്ഞ ശബ്ദം. അതുപോലെ തന്നെയാണ് ജോലിയും. സേതു മാറി നിൽക്ക്, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. അയ്യോ കുട്ടി, അതൊന്നും വേണ്ട, ഇതൊക്കെ ഞങ്ങൾക്കുള്ളതേ ഉള്ളൂ. മോൾ അവിടെ ഇരുന്നു, ഇതൊക്കെ ഇപ്പം തീരും. നന്ദു പിടിച്ച കൈ വേർപ്പെടുത്തിക്കൊണ്ട് സേതു പറയുമ്പോൾ നന്ദു ഒന്ന് ചിരിച്ചു. അതെ, കുട്ടി അവിടെ ഇരുന്നോളൂ. വിവാഹം കഴിഞ്ഞ അന്ന് തന്നെ അടുക്കളയിൽ കയറുന്നതൊക്കെ മോശമാണ് അല്ലേ ജാനുമോളെ? സേതു പറയുമ്പോൾ വനജേച്ചിയും അവളുടെ ഭാഗം പറഞ്ഞുകൊണ്ട് ജാനുവിനെ നോക്കി. അവളും തലയാട്ടി. ഞാൻ നിങ്ങളേക്ക് വിളിക്കുന്ന പേര് എനിക്ക് ആരും പറഞ്ഞു തന്നതല്ല, മറ്റുള്ളവർ പറയുന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി എടുത്തതാണ്. അതാണ് ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തിൽ ഇഷ്ടത്തോടെ നിങ്ങളെ 3 പേരെയും വിളിക്കുന്നത്. പക്ഷേ നിങ്ങൾ വിളിക്കുന്ന ഈ കുട്ടി വിളി കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലെ. ഇനി എൻ്റെ പേര് അറിയാത്തത് കൊണ്ടാണെങ്കിൽ എൻ്റെ പേര് നന്ദിത. നന്ദോന്ന് വിളിക്കും, മനസ്സിലായോ? 3 പേരെയും മാറി മാറി നോക്കിക്കൊണ്ടവൾ പറയുമ്പോൾ അവർ 3 പേരും മനസ്സിനെ തലയാട്ടി. എന്നാ സേതുമ്മ മാറി നിൽക്ക്, ഇനിയുള്ളത് ഞാൻ ചെയ്തോളാം. സേതുമ്മ ചെയ്യുന്നതിൻ്റെ പകുതി സമയം മതി എനിക്ക്, അവിടെ പോയിരുന്നു. അതും പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിലുള്ളതെല്ലാം അവിടെ ഇട്ട് അവരെ ജാനുവിൻ്റെ അടുത്തേക്ക് നീക്കുന്നത്. ശേഷം നന്ദുവിൻ്റെ വിളയാട്ടമായിരുന്നു. ഒരൊന്നൊന്നര വിളയാട്ടം. ഓരോ ജോലിയും അത്രയും വേഗത്തിൽ വൃത്തിയിൽ ചെയ്യുന്നത് കണ്ട് അവരുടെ കണ്ണ് തള്ളി. അത്രയ്ക്ക് നന്നായി ഓരോന്നും വേഗത്തിൽ അവൾ ഉണ്ടാക്കി. ആദ്യം വനജേച്ചിയെ സഹായിച്ചു തുടങ്ങിയതാണെങ്കിലും പിന്നെ വനജേച്ചി അവളെ സഹായിക്കാൻ നിൽക്കലായി. എല്ലാം കഴിഞ്ഞ ശേഷം അവൾ അവരെ 3 പേരെയും നോക്കി പുരികമുയർത്തി. 3 പേരും ഒപ്പം അടിപൊളിയെന്ന് കാണിച്ചു. അതിനവൾ നല്ലൊരു ചിരി സമ്മാനിച്ചു.